ഖബറിലെത്തിയാലോ ബർസഖാണ് അടുത്ത സ്റ്റെപ്പ്. ബർസഖിൽ എത്ര കാലം ജീവിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു 40. സ്വഹാബികൾ ചോദിച്ചു, യൗമൻ ദിവസമാണോ? അല്ല. ഷഹറൻ മാസമാണോ? അല്ല. സനത്തൻ വർഷമാണോ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മൗനം പാലിച്ചു. അപ്പൊ ചുരുങ്ങിയത് 40 കൊല്ലം ഖബറിൽ കിടക്കണം. എല്ലാവരും ബർസഖിൽ കിടക്കണം. അതിൽ രാവിലെയും വൈകുന്നേരവും അവർ എഴുന്നേറ്റ്, വിശ്വാസികളാണെങ്കിൽ സ്വർഗത്തിന്റെ അനുഭവങ്ങളും കാഫിറുകളാണെങ്കിൽ നരകത്തിന്റെ അനുഭവങ്ങളും അവർ നുകരണം. അവരുടെ വിവിധ തിന്മകൾക്കനുസരിച്ച് വിവിധങ്ങളായ ശിക്ഷകൾ ഖബറിൽ തന്നെ ഉണ്ടാകും. തൗഹീദുള്ളവർക്ക് ശിക്ഷയുണ്ടാകുമോ? തൗഹീദുള്ളവർ മറ്റു തിന്മകൾ ചെയ്താൽ ശിക്ഷയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 2 ഖബറിന്റെ അടുത്തൂടെ നടന്നുപോയി. ഇന്നഹുമാ ലയുഅസബാൻ, രണ്ടാളും ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി പറയാണ്, ലാ ഫീ കബീർ, വലിയ കുറ്റങ്ങൾക്കല്ല. ശിർക്കല്ലേ വലിയ കുറ്റം? വലിയ കുറ്റത്തിനല്ല. നേരെ മറിച്ച് ഒന്നാമത്തെ ആള് നമീമത്തുമായി നടന്ന ആളാണ്. വലാഖറു ലാ യസ്തതിറു മിനൽ ബൗൽ, രണ്ടാമത്തെ ആള് പരസ്യമായി മറയില്ലാതെ മൂത്രമൊഴിച്ച ആളാണ്. ഈ രണ്ടാൾക്കും ഖബറിൽ ശിക്ഷയുണ്ട്. അപ്പം വിശ്വാസിയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിലും മരണത്തിന് ശേഷം ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിച്ചു. എപ്പോഴാണ് ശിക്ഷ? അത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമാണ്. ഖബറിലെ ശിക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആയത്തുകൾ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം. 101-ാമത്തെ വചനം, സനഅദിബുഹും മറത്തൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, 2 തവണ അവരെ നാം ശിക്ഷിക്കും, പിന്നീട് വമ്പിച്ച ഒരു ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. അപ്പൊ 3 ശിക്ഷ ഉണ്ട് ഒരു തെറ്റ് ചെയ്താൽ. ചിലപ്പോ 1-ാമത്തെ ശിക്ഷ കൊണ്ടാണ് തീരും, ചിലപ്പോ 2-ാമത്തെ ശിക്ഷയും കൂടി ആയാൽ തീരും, ചിലർക്ക് 3 ശിക്ഷയും വേണം. 1-ാമത്തെ ശിക്ഷ ഏതാ? അദാബുൻ ഫി ദുനിയ, ദുനിയാവിലെ ശിക്ഷ, ഇവിടെ അല്ലാഹ് തരുന്ന ശിക്ഷകൾ. 2-ാമത്തേത് അദാബുൽ ഖബർ, ബർസഖിലെ ശിക്ഷ. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, പിന്നെയാണ് വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുന്നത്, അത് നരകാഗ്നിയുടെ ശിക്ഷ. അപ്പോൾ ചുരുങ്ങിയത് ഒരു തെറ്റിന് 3 ശിക്ഷ അനുഭവിക്കണം. അത് തന്നെ 5ഉം 6ഉം ഘട്ടങ്ങളായിട്ട് അനുഭവിക്കണം. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് എപ്പോഴൊക്കെ? ഫിറഔനിന്റെ ആളുകൾക്ക് നിന്ദ്യമായ ശിക്ഷ വലയം ചെയ്തിട്ടുണ്ട്. ഖബറിലെ കഥയാണ്. ബർസഖിൽ രാവിലെയും വൈകുന്നേരവും നരകാഗ്നി അവരിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. വയൗമ തഖൂമുസ്സാ, അന്തിമനാൾ. അദ്ഖിലൂ ആല ഫിറഔന അശദ്ദൽ അദാബ്, അന്തിമനാളിലാണ് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക. അവരെ പ്രവേശിപ്പിക്കണം എന്ന് പടച്ചോൻ പറയും. 40-ാമത്തെ സൂറത്തുൽ മുഅ്മിനിലെ 44-45 ആയത്തുകൾ. അവ രാവിലെയും വൈകുന്നേരവും. അപ്പൊ ചില ആൾ വിചാരിക്കാതെ, ശരി ആകെ 40 കൊല്ലമേ ഉള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് തന്നെ 1500 കൊല്ലം ഏതാണ്ട്. അപ്പൊ ആദം നബിന്റെ കാലത്തൊക്കെ ബർസഖ് കഴിഞ്ഞ് വിചാരണ തുടങ്ങിയോ? മഹ്ശറായോ? ഇല്ല. എന്താ കാര്യം? അവിടുത്തെ ഒരു ദിവസം തിർമിദിയുടെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. മആരിജിൽ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, 50000 കൊല്ലം. ഖബറിലെ ഒരു ദിവസം, ബർസഖിലെ ഒരു ദിവസം, അത് 50000 കൊല്ലമാണ്, ഒരൊറ്റ ദിവസം. അപ്പൊ ആദം നബിന്റെ കാലത്ത് മരിച്ചവർക്ക് ചിലപ്പോൾ ഒരു ദിവസം തന്നെ ആയിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും ഖബറിലെ എല്ലാവർക്കും വലിപ്പം കണക്കാണ്. ഇവിടുത്തെ സമയം കഴിഞ്ഞു പോണ അവസ്ഥയൊന്നും മരിച്ചതിന് ശേഷം ആരും കണക്കൂട്ടണ്ട. അവിടെയൊക്കെ സമയം ഒരുപോലെയാണ്. എന്നോ മരിച്ചവർക്കും അവസാനം മരിക്കുന്നവർക്കും ഒക്കെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഇടയ്ക്ക് ഒരേ അളവ് സമയം തരാൻ കഴിവുള്ളവനാണ് പടച്ചവൻ. അള്ളാഹു അനീതി കാണിക്കുന്ന പ്രശ്നമല്ല. ആദ്യം മരിച്ചവർ കുറെ കാലം നരകത്ത് കിടന്ന്, നമുക്ക് ഈ ദുനിയാവ് വലുതാന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ ജാതി ചിന്തയൊക്കെ. ദുനിയാവ് ഒന്നുമല്ല, പൊടിയാണ്. വലിയ ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട്. ഒരു ദിവസം 50000 കൊല്ലം. അങ്ങനെയുള്ള 40 വർഷമാണ് ഓരോരുത്തരും ഖബറിൽ കഴിച്ചു കൂട്ടേണ്ടി വരിക, ബർസഖിൽ കഴിച്ചു കൂട്ടേണ്ടി വരിക. എന്നിട്ടേ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകൂ. ശരിക്കും മനസ്സിലാക്കണം. ആ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് ശരിക്കും നാം ബോധവാന്മാരായിരിക്കുകയും ബേജാറിലാവുകയും വേണം. കാരണം മരിച്ചങ്ങോട്ട് ചെന്നാൽ വല്ലാത്തൊരവസ്ഥയാണ്. ഒരു സ്വഹാബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഹാദല്ലദീ തഹറക ലഹുൽ അർശു വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ അർശൊന്ന് കുലുങ്ങി, ആകാശത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. മാത്രവുമല്ല വശഹിദഹു 70000 മിനൽ മലായിക, 70000 മലക്കുകൾ അദ്ദേഹത്തിന്റെ മരണസമയത്ത് മലക്കുൽ മൗത്തിന്റെ കൂടെ ഹാജരായി. അങ്ങനത്തെ മരണം കിട്ടിയ ആളാണ് ആര്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അള്ളാഹു അത്രയേറെ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. വലിയ കറാമത്തുകൾ ഉണ്ടായിരുന്ന ആളാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു.
അദ്ദേഹം മരണപ്പെട്ടത് എന്നിട്ട് നബി പറയാണ് ലഖദ് ലമ്മ ലമ്മതൻ സുമ്മ ഫറജാൻഹു. പക്ഷേ സഅദിനും ഖബറിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ഭാഗ്യമുണ്ടായ സഅദ് റളിയല്ലാഹു അൻഹു ലമ്മ ലമ്മതൻ ഖബറൊന്ന് കൂട്ടിപ്പിടിച്ചു. മരണവേദന എല്ലാവരും അനുഭവിക്കണം, പ്രസവ വേദന സ്ത്രീകൾ അനുഭവിക്കണം എന്നതുപോലെ അതൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. അതേപോലെ ഖബർ കുടുങ്ങിയിട്ടുള്ള ഒരു അനുഭവം ഉണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവാചകന്മാർക്ക് പോലും സാധ്യമല്ല. അതാണ് സഅദിന്റെ കഥ പറഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് കുടുങ്ങി. പിന്നെ ഈമാൻ ഉണ്ടോ സുമ്മ ഫറജാൻഹു, അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും അള്ളാഹു അദ്ദേഹത്തെ അകറ്റുകയും ചെയ്തു. എന്നിട്ട് നബി ഒരു പ്രസ്താവന ഇറക്കി. എന്താ? ലൗ നജാ അഹദും മിൻ ലമ്മത്തിൽ ഖബരി ലനജാ സഅദ് ഇബ്നു മുആദ്. ആരെങ്കിലും ഖബറിന്റെ കുടുസതയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു. ഖബറിന്റെ കുടുസത്തെ ആ പിടുത്തണ്ടല്ലോ, ഒരാളും രക്ഷ, അത് ശരിക്കും അനുഭവിക്കും, വിശ്വാസികൾ പോലും അനുഭവിക്കും. പിന്നെ അല്ലാഹ് എന്ത് ചെയ്യും? സത്യവിശ്വാസികൾ അതിൽ നിന്ന് ആശ്വാസം നൽകി രക്ഷപ്പെടുത്തും. ഒരിക്കൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഏത് ഖബറിന്റെ അടുത്ത് എന്നാലും കരഞ്ഞു പോകും ഇതൊക്കെ ആലോചിച്ചിട്ട്. കാരണമുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് ഒരു ഖുത്ബ നടത്തി. എന്താണ് ഖബർ, അതിന്റെ ശിക്ഷ, അതിന്റെ അനുഭവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. പ്രവാചകൻ ഖബർ നേരിൽ കണ്ട ആളാ. ഖബറിലെ ശിക്ഷയൊക്കെ നേരിൽ കാണാൻ മിഅ്റാജിന്റെ രാവിൽ പടച്ച തമ്പുരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് നബി പറഞ്ഞു. മുസ്ലിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എന്തിന്റെ പേരിൽ? അവർ മുസ്ലിമാണ്, പക്ഷെ തെറ്റും ചെയ്യുന്നുണ്ട്, ഹറാമ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ വ്യഭിചാരത്തിന്റെയും പലിശയുടെയും തോന്നിവാസങ്ങളുടെയും അധർമ്മങ്ങളുടെയും കളവിന്റെയും പരദൂഷണത്തിന്റെയും ദുസ്വഭാവങ്ങളുടെയും പേരിൽ അവർ അനുഭവിക്കുന്ന ശിക്ഷയൊക്കെ നബി കണ്ടു. നബി അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു ഖുത്ബയിൽ പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് അറിയോ? എല്ലാവരും കരയാം, എല്ലാവരും, ഒരാളും കരയാത്തില്ല. ഹൃദയം ഇങ്ങനെ പിടച്ചിട്ട് പുറത്തേക്ക് കേൾക്കുക കരച്ചിൽ, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് കേൾക്കുക ആണുങ്ങൾ കരയുന്നു. ജുമുഅ കഴിഞ്ഞിട്ട് ആരും വീട്ടിൽ പോണില്ല. എന്താ? ആ അനുഭവമാണ് അവിടെ ഉള്ളതെന്ന് അർത്ഥം. മരിച്ചു കഴിഞ്ഞാൽ ഖബറിലുള്ള അനുഭവം അതാണ്. സത്യവിശ്വാസികളാണെങ്കിൽ അവർക്ക് അവർ ചെയ്ത വിശ്വാസത്തിന് നേട്ടം ഉണ്ടാവുമെങ്കിലും തിന്മയ്ക്ക് ശിക്ഷ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട്. എത്ര പാപങ്ങൾ ചെയ്യുന്നു? കുറെ നിസ്കാരങ്ങൾ ഒഴിവാക്കി, നുണ പറഞ്ഞു, ചിലർ പലിശയും വ്യഭിചാരം, കണ്ണുകൊണ്ട് വ്യഭിചാരം, കാതുകൊണ്ട് വ്യഭിചാരം, ചിലർ വ്യഭിചാരം സാക്ഷാത്കരിക്കുന്നു. മുസ്ലിങ്ങൾ തന്നെ, മുവഹിദുകൾ തന്നെ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നു, വാപ്പാനെ ചീത്ത പറയുന്നു, മക്കളോട് അനീതി പുലർത്തുന്നു, അയൽവാസികളെ വിഷമിപ്പിക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ തെറ്റുകൾ എണ്ണിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരുപാടുണ്ട്. അതൊക്കെ എല്ലാവർക്കും വരൂല എന്ന് പറഞ്ഞിരുന്നാൽ ഇത് മാപ്പായി കിട്ടുമെന്ന് വിചാരിക്കണ്ട. കുറെ തെറ്റുകളൊക്കെ നമ്മൾ നിസ്കരിച്ചാൽ തന്നെ അസ്സലവാത്തുൽ ഹംസ് മുക്കഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, കുറേയൊക്കെ നിസ്കാരം കൊണ്ട് തന്നെ പഠിച്ചോ വായിച്ചു തരും. അതുകൊണ്ട് നമ്മളെ തെറ്റ് തീരുമോ? പിന്നെ ഉണ്ടാവും നമ്മൾ കുറെ തെറ്റ്, കാണാൻ പാടില്ലാത്തത് കണ്ടതും, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതും, പറയാൻ പാടില്ലാത്തത് പറഞ്ഞതും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതൊക്കെ പിന്നെ ഉണ്ടാവും. പിന്നെ കുറെ ജുമുഅക്ക് പങ്കെടുത്താൽ നിൽക്കും. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ. ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള തെറ്റുകൾ കുറെ ജുമുഅ ഉണ്ട്. എല്ലൊന്നും മാഞ്ഞു വരില്ല, കുറേയൊക്കെ മാഞ്ഞു പോകും. വലിയ പാപങ്ങളില്ലെങ്കിലാ ഇത് തന്നെ ഈ മാഞ്ഞു പോലെ. പിന്നെ കുറെ ആൾക്കാർ റമദാനില്ല, റമദാൻ നോമ്പ് നോറ്റാൽ കുറെ പാപങ്ങളൊക്കെ മാഞ്ഞു പോകും. അതേപോലെ സക്കാത്ത് കൊടുക്കുമ്പോൾ, നല്ലത് ചെയ്യുമ്പോൾ, പള്ളിയിൽ വന്നിരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ കുറെ പാപങ്ങൾ പോകും. എന്നാലും കുറെ പാപങ്ങൾ ബാക്കിയുണ്ടാകും. ആ എത്ര പാപങ്ങളാണോ ബാക്കിയുള്ളത് അതിനെല്ലാം ഖബറിൽ ശിക്ഷയുണ്ട്, മഹ്ശറിൽ ശിക്ഷയുണ്ട്, വിചാരണയുടെ സമയത്ത് ശിക്ഷയുണ്ട്, കർമ്മങ്ങൾ തൂക്കുന്നിടത്ത് ശിക്ഷയുണ്ട്, നരകത്തിൽ എത്തിയതിനു ശേഷം ശിക്ഷയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ ശിക്ഷകളെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടു. അതാണ് പല ഘട്ടങ്ങളായിട്ടാണ് പരലോക ശിക്ഷ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഇടക്കൊക്കെ പാപങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കണ്ടേ. രണ്ട് കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പോകില്ല. ഐനാനി ലാ യദ്ഖുലാനി ഫിന്നാർ, രണ്ട് കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. ഐനുൻ ഗല്ല അനിൽ മഹാരിം, ഹറാമുകളിൽ നിന്ന് ചിമ്മിക്കളഞ്ഞ കണ്ണ്, ഹറാമ് വരുമ്പോൾ അങ്ങോട്ട് നോക്കൂല, അവര് ഒരിക്കലും നരകത്ത് പോകില്ല. ആ കണ്ണിന്റെ ഉടമസ്ഥ, ആ കണ്ണുകൊണ്ടേ പടച്ചോനെ കാണാൻ പറ്റുള്ളൂ. രണ്ടാമതൊരു കണ്ണുണ്ട്, ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണ്. നമ്മളെന്തിനാ അള്ളാഹിനെ പേടിക്കണം? നമ്മൾ മുജാഹിദീങ്ങളാണ്, മുവഹിദീങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരാണ്, തൗഹീദ് കൊണ്ട് തന്നെയാണ് കയറി പോകുന്ന വിചാരം. അവരോടാ നബി പറഞ്ഞത് ലാ ഫീ കബീർ, വലിയ കുറ്റത്തിനല്ല ഖബറിലെ ശിക്ഷ, ബൽ ഫീ സഗീർ, ചെറിയ കുറ്റങ്ങൾക്ക് തന്നെ. ശരിക്കും സൂക്ഷിച്ചോളി.
അപ്പൊ ഇടക്ക് ചിന്തിക്കണം, ചെറിയ കുറ്റവും ബാക്കി ഉണ്ടാവരുത്. ചെറിയ കുറ്റം ബാക്കിയുണ്ട്, ഹൃദയ തിന്മയുടെ ഒരു പൊട്ട് ബാക്കി ഉണ്ടാകാൻ പാടില്ല. നോമ്പ് കൊണ്ട് മായിച്ചു, നിസ്കാരം കൊണ്ട് മായിച്ചു, ജുമുഅ കൊണ്ട് മായിച്ചു, സൽക്കർമ്മങ്ങൾ കൊണ്ട് മായിച്ചു, അങ്ങനെ നമ്മുടെ കർമ്മങ്ങളൊക്കെ കുറെ മായിച്ച് ഹൃദയം ശുദ്ധീകരിച്ച് പിന്നെയും ബാക്കി വന്നിട്ട് ഒരു പൊടി ബാക്കിയുണ്ടെങ്കിൽ സ്വർഗത്ത് പോകാൻ പറ്റൂല. ശിക്ഷ വാങ്ങിയിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് അവസാനത്തെ പാപവും മരിക്കുന്നതിന് പൊറുക്കപ്പെടണം. അതിന് അള്ളാഹ് അവസരം ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ അവസരം റമദാൻ. അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് അവസാനത്തെ 10. അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ഒറ്റയിട്ട രാവുകൾ. അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാവ്. അതിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ആ രാവിന്റെ അവസാനത്തെ 1/3. നോമ്പിന് അത്താഴം കഴിക്കണം. ബറക്കത്തുണ്ട് അത്താഴത്തിൽ, അല്ലേ? ഒരു ഭക്ഷണവും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം.